ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. യെരുശലേമിന് ഏതാണ്ട് 8 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി കിടക്കുന്ന ഒരു പട്ടണമാണ്. ഈജിപ്തിലേക്കും ഹെബ്രോനിലേക്കുമുള്ള പ്രധാന പാതയിൽ യഹൂദ മലമ്പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്നും 777 മീറ്റർ ഉയരത്തിലാണ് ബേത്ലഹേം സ്ഥിതി ചെയ്യുന്നത്. യെരുശലേമിനേക്കാളും ഉയരെയാണ് ബേത്ലഹേമിൻ്റെ സ്ഥാനം. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണെങ്കിലും ഒലിവ്, മുന്തിരി, പയറുവർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. ബേത്ലഹേമിനെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര രേഖ ലഭിക്കുന്നത് അപർണ എഴുത്തുകളിൽ നിന്നാണ്. ബേത്ലഹേമിൻ്റെ ആദ്യ പേര് എഫ്രാത്ത എന്നായിരിക്കണം. റാഹേലിനെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു എന്ന് ഉൽപ്പത്തി 35-ന്റെ 19-ലും 48-ന്റെ 7-ലും നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ കനാൻ കീഴടക്കിയ ശേഷം സെബൂലൂനിലെ ബേത്ലഹേമിൽ നിന്നും തിരിച്ചറിയുവാൻ വേണ്ടി ഇതിനെ യഹൂദയിലെ ബേത്ലഹേം എന്ന് വിളിച്ചു. രൂത്തിന്റെ പുസ്തകം 1-1. മീഖാവിൻ്റെയും തുടർന്ന് ദാന്യരുടെയും പുരോഹിതനായി തീർന്ന ലേവ്യൻ യഹൂദയിലെ ബേത്ലഹേമിനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 17-7. ഇസ്രായേലിനും ബെന്യാമീൻ ഗോത്രത്തിനും തമ്മിൽ വലിയ യുദ്ധത്തിന് കാരണമായി തീർന്നത് ഒരു ലേവ്യൻ്റെ വെപ്പാട്ടിയുടെ മരണമായിരുന്നു. ലേവ്യൻ ഈ വെപ്പാട്ടിയെ പരിഗ്രഹിച്ചത് യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നായിരുന്നു. ന്യായാധിപന്മാർ 19-1. രൂത്തിന്റെ പുസ്തകത്തിലെ അധിക സംഭവങ്ങളുടെയും പശ്ചാത്തലം ബേത്ലഹേമാണ്. രൂത്ത് 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ, 19-22 വാക്യങ്ങൾ, 4-ാം അധ്യായം 11. പഴയ നിയമത്തിൽ ബേത്ലഹേം പ്രാധാന്യം അർഹിക്കുന്നത് അതിന് ദാവീദിനോടുണ്ടായിരുന്ന ബന്ധം കൊണ്ടാണ്. ദാവീദ് ബേത്ലഹേമിനാണ്. 1 ശമൂവേൽ 17-12, 15, 20-6, 28. ശമൂവേൽ പ്രവാചകൻ ബേത്ലഹേമിൽ വെച്ച് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. 1 ശമൂവേൽ 16-1 മുതൽ 13 വരെ. ബേത്ലഹേം ദാവീദൻ പട്ടണം എന്നാണ് അറിയപ്പെട്ടത്. ലൂക്കോസ് 2-5, 15. ഫിലിസ്തീർക്ക് ബേത്ലഹേമിൽ കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. 2 ശമൂവേൽ 23-14 മുതൽ 16 വരെയും 1 ദിനവൃത്താന്തം 11-16 മുതൽ 18 വരെയും. ദാവീദിന്റെ വീരന്മാരിൽ ഒരാളായ ഏൽഹാനാൻ ബേത്ലഹേമ്യനായ ദോദാവിൻ്റെ മകനായിരുന്നു. 2 ശമൂവേൽ 23-24, 1 ദിനവൃത്താന്തം 11-26. അസാഹേലിനെ അടക്കം ചെയ്തത് ബേത്ലഹേമിലത്രേ. 2 ശമൂവേൽ 2-32. രഹബിയാം ബേത്ലഹേമിനെ പണിതുറപ്പിച്ചുവെന്ന് 2 ദിനവൃത്താന്തം 11-6 ഗദല്യാവിൻ്റെ വധത്തിന് ശേഷം ഒളിച്ചോടിയ ഇസ്രായേല്യർ മിസ്രയീമിലേക്കുള്ള പ്രയാണത്തിൽ ബേത്ലഹേമിന് സമീപത്തുള്ള ഗേരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു. യെരമ്യാ പ്രവചനം 41-17. ബേത്ലഹേമിലെ പ്രധാന പൗരന്മാരെല്ലാം പ്രവാസത്തിൽ പോയി. എസ്രായും നെഹമ്യാവും പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന 100-ലധികം ബേത്ലഹേമ്യരുടെ പേരുകൾ നൽകുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 2-21, നെഹമ്യാവിൻ്റെ പുസ്തകം 7-26. മശിഹയുടെ ജന്മസ്ഥലം ബേത്ലഹേം ആയിരിക്കുമെന്ന് മീഖ പ്രവചിച്ചു. യേശുവിൻ്റെ ജനനത്തോടുകൂടി യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്ന ബേത്ലഹേം കീർത്തിയുടെ പരമകോടിയിൽ എത്തി. മീഖ പ്രവചനം 5-2. യഹൂദന്മാരുടെ രാജാവിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ ഹേരോദ രാജാവ് ബേത്ലഹേമിലെ 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ കൊല്ലിച്ചു. മത്തായി 2-16. ഈ ഗ്രാമത്തിനടുത്തുള്ള ഗുഹയിലാണ് യേശു ജനിച്ചതെന്ന് ജസ്റ്റിൻ മാർട്ടിയർ പറയുന്നുണ്ട്. പശുത്തൊട്ടിയുടെ സ്ഥാനത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലീനയും കൂടി ഒരു പള്ളി സ്ഥാപിച്ചു. AD 330. ഈ മന്ദിരം നശിച്ചപ്പോൾ ജസ്റ്റീനിയൻ 1-ാമൻ AD 527-നും 565-നുമിടയിൽ ഒരു പുതിയ പള്ളി സ്ഥാപിച്ചു. 10,000-ന് താഴെ നിവാസികളുള്ള ഒരു ഗ്രാമം മാത്രമാണ് ആധുനിക ബേത്ലഹേം. രണ്ടാമതായിട്ട് ബേത്ലഹേമിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് സെബൂലൂനിലെ ഒരു പട്ടണത്തെക്കുറിച്ചാണ്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. 10-ാമത്തെ ന്യായാധിപനായിരുന്ന ഇബ്സാൻ ജനിച്ചതും മരിച്ച ശേഷം അടക്കപ്പെട്ടതും ഇവിടെയാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 8-10 വാക്യങ്ങൾ. നസറേത്തിന് 11 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ബെയ്ത്ത് ലഹ്മ ആണെന്ന് കരുതപ്പെടുന്നുമുണ്ട്.